ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈൽഡ് ഹെൽത്ത് റീജിയണൽ ഏർലി ഇന്റർവെൻഷൻ സെന്റർ നടത്തുന്ന ടെലിതെറാപ്പിയുടെ പ്രോജക്റ്റായ വി ആർ വിത്ത് യുവിൻ്റെ ബിഹേവിയർ തെറാപ്പി സെഷൻ 8ലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിക്ക പേരൻസും പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് എല്ലാ കുട്ടികളെയും കൊണ്ട് എല്ലാ ആക്ടിവിറ്റീസും ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. ഇപ്പം ടെലിതെറാപ്പി തുടങ്ങിയതിന് ശേഷം തന്നെ എല്ലാ തെറപ്പിസ്റ്റുകളും എല്ലാ ദിവസവും ചെയ്യാൻ ആക്ടിവിറ്റീസ് പറയാറുണ്ട്. ആ ആക്ടിവിറ്റീസ് കംപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ അത് തുടർച്ചയായി ചെയ്യാൻ ചില പേരൻസ് ബുദ്ധിമുട്ട് നേരിടുന്നു. അതിനു വേണ്ടിയിട്ട് 2-3 ടെക്നിക്സ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് വേണ്ടുന്ന പോസിറ്റീവ് ബിഹേവിയർ, അതായത് കുട്ടി ചെയ്യേണ്ടുന്ന ബിഹേവിയേഴ്സ്, അത് ചിലപ്പോൾ ആക്ടിവിറ്റീസ് ആകാം, തെറാപ്പിയുടെ ടെക്നിക്സ് ആകാം, അല്ലെങ്കിൽ നോർമലായിട്ട് ചെയ്യേണ്ട ആക്ടിവിറ്റീസ്, വീട്ടിലെ റുട്ടീൻ കാര്യങ്ങളാകാം. അത് പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ചെറിയ 2 ടെക്നിക്സ് ഞാൻ പറയുന്നതായിരിക്കും. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഷീറ്റ് കാണുക. നിങ്ങൾക്കെല്ലാം കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇതിനകത്ത് ഞാൻ ദിവസം, ഓരോ ദിവസം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. അങ്ങനെ 8 ദിവസത്തെ ഒരു കൗണ്ടാണ് ഞാനിവിടെ ചാർട്ടിനകത്ത് എഴുതിയിരിക്കുന്നത്. നമുക്ക് വേണ്ടുന്ന പോസിറ്റീവ് ബിഹേവിയർ അത് എന്തും ആകാം. ചിലപ്പോൾ ഒരു ടെക്നിക്ക് ആകാം, ചിലപ്പോൾ തെറാപ്പിസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഒരു എക്സസൈസ് ആകാം, അല്ലെങ്കിൽ ഒരു സോഷ്യൽ സ്കില്ലാകാം, സ്പീച്ച് തെറാപ്പിയുടെ ടെക്നിക്ക് ആകാം, എന്തും ആകാം. ആ കുട്ടി ഇപ്പോൾ ഉദാഹരണത്തിന് ഞായറാഴ്ച ചെയ്യുന്നെങ്കിൽ ആ കുട്ടിക്ക് പ്രോത്സാഹനം കൊടുക്കുന്നതിനായി ആ ആക്ടിവിറ്റി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു സ്റ്റിക്കർ ഉണ്ടെങ്കിൽ സ്റ്റിക്കർ ഒട്ടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക്